ഇമാജിനേഷനാണ് എല്ലാം. ഇത് ആദ്യം പറഞ്ഞത് ഞാനല്ല, ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഐൻസ്റ്റീനെപ്പോലുള്ള ഒരു പ്രതിഭ അത്രയും ശക്തമായ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളും ഞാനും അത് ശ്രദ്ധിക്കണം. കാരണം ഇമാജിനേഷനാണ് ജീവിതത്തിൽ വരാനിരിക്കുന്ന ആകർഷണങ്ങളുടെ ഒരു പ്രിവ്യൂ. സാധ്യമായതിൻ്റെ അദൃശ്യമായ രൂപരേഖയാണത്. നിങ്ങളുടെ കൈകളിൽ യാഥാർത്ഥ്യമാകുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്ലേ ചെയ്യുന്ന സിനിമയാണത്. നോക്കൂ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് വിജയം വരുന്നതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. തെറ്റിദ്ധരിക്കരുത്, കഠിനാധ്വാനം അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ കാലക്രമേണ ഞാൻ അതിലും ആഴത്തിലുള്ള സമ്പന്നമായ ഒന്ന് പഠിച്ചു. ഓരോ വലിയ നേട്ടവും, ഓരോ ധീരമായ വിജയവും, രൂപാന്തരപ്പെട്ട ഓരോ ജീവിതവും, ഇതെല്ലാം മനസ്സിലെ ഒരു ചിത്രത്തിൽ, ഒരു സ്വപ്നത്തിൽ, ഒരു ആശയത്തിൽ എന്തായിത്തീരാം എന്നതിൻ്റെ ഒരു ചിത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അതിനാൽ ഇന്ന് നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തുമാറ്റാൻ കഴിയാത്ത ഏറ്റവും വലിയ ശക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു: നിങ്ങളുടെ ഇമാജിനേഷൻ. നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കറിയാമോ, നാം എല്ലാവരും രണ്ട് ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നും കാണാൻ കഴിയാത്ത ഒന്നും. ഒന്ന് ഫലങ്ങളുടെ ലോകമാണ്, മറ്റൊന്ന് ഇമാജിനേഷന്റെ ലോകം. ഇപ്പോൾ എനിക്ക് തൊടാനും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് യഥാർത്ഥ ലോകമെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ അദൃശ്യമായ ലോകമാണ് ദൃശ്യമായ ലോകത്തെ സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. മനസ്സ് ഒരു വർക്ക്ഷോപ്പാണ്, ഇമാജിനേഷനാണ് ഉപകരണം. നിങ്ങൾ നിർമ്മിക്കുന്നതിന് മുമ്പ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നിടമാണിത്. നിങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് രൂപകൽപ്പന ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സ്വപ്നം കാണുക. നിങ്ങൾ കാണുന്നതെല്ലാം, അവർ പറയുന്നു, ഒരിക്കൽ ഇമാജിനേഷനിൽ കണ്ടതാണ്. നിങ്ങളിരിക്കുന്ന കസേര, നിങ്ങൾ താമസിക്കുന്ന മുറി, നിങ്ങൾക്കുള്ള ജോലി, നിങ്ങൾ ജീവിക്കുന്ന ജീവിതം പോലും. ആരോ അത് ആദ്യം ചിന്തിച്ചു, എന്നിട്ട് അത് ജീവസുറ്റതാക്കി. മെച്ചപ്പെട്ട എന്തെങ്കിലും ഇമാജിനേഷനിൽ കാണുക, അതിനായി പ്രവർത്തിക്കുക. മിക്ക ജീവിതങ്ങളുടെയും ദുരന്തം അവർ വളരെ ഉയരത്തിൽ ലക്ഷ്യം വയ്ക്കുകയും അത് നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതല്ല, മറിച്ച് അവർ വളരെ താഴ്ന്ന നിലയിൽ ലക്ഷ്യം വയ്ക്കുകയും അത് നേടുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇമാജിനേഷനിൽ കാണാൻ മറന്നു. നമ്മൾ അത്ഭുതത്തിന് പകരം ഉത്കണ്ഠയെ വ്യാപാരം ചെയ്തു. നമ്മൾ സ്വപ്നം കാണുന്നത് ഉപേക്ഷിച്ച് സംശയിക്കാൻ തുടങ്ങി. എന്നാൽ ഇതാണ് സത്യം. നിങ്ങൾക്ക് വ്യക്തമായി ഇമാജിനേഷനിൽ കാണാനും തീവ്രമായി ആഗ്രഹിക്കാനും ആത്മാർത്ഥമായി വിശ്വസിക്കാനും ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും കഴിയുന്നതെന്തും അനിവാര്യമായും സംഭവിക്കും. അത് ആശംസാപരമായ ചിന്തയല്ല, അത് ഇമാജിനേഷന്റെ പ്രവർത്തനമാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ആദ്യപടി നിങ്ങളുടെ വാലറ്റിലേക്ക് കൈ നീട്ടരുത്. നിങ്ങളുടെ ഇമാജിനേഷനിലേക്ക് കൈ നീട്ടുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് അത് ചിത്രീകരിക്കുക. നിങ്ങൾ എവിടെയാണെന്നല്ല, നിങ്ങൾ എവിടെയായിരിക്കാമെന്ന്. നിങ്ങൾക്കത് കാണാൻ കഴിയുമോ? നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുമോ? അവിടെയാണ് എല്ലാം ആരംഭിക്കുന്നത്. ഇപ്പോൾ വെറുതെ സ്വപ്നം കണ്ട് കൈകെട്ടിയിരിക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇമാജിനേഷനെ പ്രവർത്തനവുമായി സംയോജിപ്പിക്കണം. അതാണ് ഫോർമുല. എന്നാൽ ഇമാജിനേഷൻ ഇല്ലാതെ പ്രവർത്തനത്തിന് ദിശാബോധമില്ല. നിങ്ങൾ വേഗത്തിൽ എങ്ങുമെത്താതെ തിരക്കിലായിരിക്കും. അപ്പോൾ ഇതാണ് ചോദ്യം: നിങ്ങൾ ഇന്ന് എന്താണ് ഇമാജിനേഷനിൽ കാണുന്നത്? നിങ്ങളുടെ ഭൂതകാലം വീണ്ടും പ്ലേ ചെയ്യുകയാണോ, അതോ നിങ്ങളുടെ ഭാവി പ്രീപ്ലേ ചെയ്യുകയാണോ? കാരണം ഒന്ന് ഖേദത്തിലേക്കും മറ്റൊന്ന് നവീകരണത്തിലേക്കും നയിക്കുന്നു. എന്താണ് ആവേശകരമെന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സിന് ചിത്രീകരിക്കാൻ കഴിയുന്നതിന് പരിധിയില്ല, സ്വപ്നം കാണുന്നതിന് നികുതിയില്ല. നിങ്ങളുടെ വാലറ്റ് ശൂന്യമാണെങ്കിലും നിങ്ങൾക്കൊരു കോടീശ്വരനാകാൻ ഇമാജിനേഷനിൽ കാണാം. നിങ്ങളുടെ ശരീരം തളർന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ശക്തനാകാൻ ഇമാജിനേഷനിൽ കാണാം. നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും ഒരു ആശയവും മാത്രമേ ഉള്ളൂവെങ്കിലും ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഇമാജിനേഷനിൽ കാണാം. അതാണ് മാറ്റത്തിന്റെ തുടക്കം. മനസ്സൊരു ശക്തമായ കാര്യമാണ്. നിങ്ങൾ അവിടെ സ്ഥാപിക്കുന്ന ചിത്രങ്ങൾ ഒരു ദിവസം നിങ്ങൾ നടക്കുന്ന യാഥാർത്ഥ്യമായി മാറും. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് 5 മിനിറ്റ് എടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇമാജിനേഷനിൽ കാണുക. അതനുഭവിക്കുക, അതിന്റെ രുചിയറിയുക. രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൽ അതിൽ ചുറ്റിനടക്കുക. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് അതിനായി പ്രവർത്തിക്കുക. കാരണം ഇമാജിനേഷൻ എന്നത് കുട്ടിക്കാലത്തെ എന്തോ ഒന്നല്ല. ഇത് ഓരോ ചാമ്പ്യന്റെയും ആദ്യത്തെ ഉപകരണമാണ്. ആദ്യം നമ്മൾ ഭാവനയിൽ കാണുന്നു, പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നു. പ്രവർത്തനത്തിലൂടെ നമ്മൾ ആയിത്തീരുന്നു. അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ ഇമാജിനേഷൻ പേശി വളർത്തിയെടുക്കാം. ഇമാജിനേഷൻ അറിവിനേക്കാൾ പ്രധാനമാണ്. കാരണം അറിവ് എന്താണെന്ന് നിങ്ങളോട് പറയുന്നു, അതേസമയം ഇമാജിനേഷൻ എന്തായിരിക്കാം എന്ന് നിങ്ങളോട് പറയുന്നു. ഇന്ന് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ അമ്പരചുംബികളും, ഗതിമാറ്റിയ എല്ലാ ബിസിനസ്സുകളും, നിങ്ങളുടെ ആത്മാവിനെ ചലിപ്പിച്ച എല്ലാ പുസ്തകങ്ങളും, ഇതുവരെ നിർമ്മിച്ച എല്ലാ ഭാഗ്യങ്ങളും, ഇതെല്ലാം ആരുടെയെങ്കിലും മനസ്സിലാണ് ആരംഭിച്ചത്. ബാങ്കിലല്ല, കമ്പോളത്തിലല്ല, ഡ്രോയിംഗ് ബോർഡിൽ പോലുമല്ല. എന്നാൽ ആദ്യം മനസ്സിൽ ഇമാജിനേഷനാണ് അതിന് രൂപം നൽകിയത്. ഏതെങ്കിലും ഉപകരണം അതിന് രൂപം നൽകുന്നതിന് മുമ്പ്. ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ഭാവി അവരുടെ സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവരുടേതാണ്. ഇപ്പോൾ അത് വെറും കവിതയല്ല, അത് തത്വമാണ്. നോക്കൂ, വിജയത്തിലേക്കുള്ള വലിയ രഹസ്യങ്ങളിലൊന്ന് ഇതാണ്: നിങ്ങളത് ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളത് സ്വപ്നം കാണണം.
അലസതയിൽ നിന്ന് വരുന്ന ദിവാസ്വപ്നത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അല്ല, ഞാൻ സംസാരിക്കുന്നത് കാഴ്ചപ്പാടിനെക്കുറിച്ചാണ്. ഞാൻ സംസാരിക്കുന്നത് ആഗ്രഹത്തിന്റെ വ്യക്തതയെക്കുറിച്ചാണ്. നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ ഇതുവരെ ചെയ്യാത്തത് ചെയ്യുന്നതായും നിങ്ങൾ ഇതുവരെ ആകാത്തതാകുന്നതായും കാണുന്ന ആ ശാന്തമായ സമയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് തുടക്കം. നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കുക. 1. എനിക്കെന്തു വേണം? 2. എനിക്കെന്തുകൊണ്ടത് വേണം? 3. അത് അർഹിക്കാൻ ഞാൻ എങ്ങനെയുള്ള വ്യക്തിയായി മാറണം? അത് എഴുതുക. കണ്ണടയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം നിർമ്മിക്കാൻ തുടങ്ങുക. ഇതാണ് പ്രധാനം. എങ്ങനെയെന്നിപ്പോൾ വിഷമിക്കേണ്ട. എന്ത് എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം സ്വപ്നം വ്യക്തമായാൽ എങ്ങനെ എന്നത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കപ്പുറം നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങളുടെ നിലവിലെ സാഹചര്യം നിങ്ങളുടെ ഭാവിയിലെ സൃഷ്ടിയെ നിർവചിക്കാൻ അനുവദിക്കരുത്. വളരെയധികം ആളുകൾ അവരുടെ ഭൂതകാലം അവരുടെ ഇമാജിനേഷനെ പരിമിതപ്പെടുത്താൻ അനുവദിക്കുന്നു. ഭൂതകാലം ഭാവിയുമായി തുല്യമല്ല, നിങ്ങൾ അവിടെ ജീവിക്കുന്നില്ലെങ്കിൽ. അതിനാൽ ഇന്ന് നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് പുറത്തുകടന്ന് നിങ്ങളുടെ സാധ്യതകളിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരു സ്വപ്നം നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും ആവേശഭരിതനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അലാറം ക്ലോക്ക് ആവശ്യമില്ലെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നു. അത് വ്യക്തതയാണ്. ഒരു സ്വപ്നം നിങ്ങൾക്ക് പ്രതിരോധശേഷി നൽകുന്നു. നിങ്ങൾ വേണ്ടത്ര വലുതായ ഒന്നിൽ വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവർ ഉപേക്ഷിക്കുമ്പോഴും നിങ്ങൾ മുന്നോട്ടു പോകും. ജീവിതം നിങ്ങളെ തട്ടിവീഴ്ത്തുമ്പോൾ നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. കാരണം സ്വപ്നം അതിന് അർഹമാണ്. ഒടുവിൽ ഒരു സ്വപ്നം നിങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നു. നിങ്ങൾ എല്ലാം പിന്തുടരുന്നത് നിർത്തി ഒരു കാര്യം പിന്തുടരാൻ തുടങ്ങുന്നു. അതാണ് ആദ്യം സ്വപ്നം കാണുന്നതിന്റെ ശക്തി. ഇപ്പോൾ ഇതാ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെല്ലാം ശരിയാക്കേണ്ടതില്ല. നിങ്ങൾ ശരിയായ ദിശയിൽ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ മതി. നിങ്ങൾക്ക് എല്ലാ ഘട്ടങ്ങളും അറിയില്ലെങ്കിലും റോഡ് മൂടൽമഞ്ഞുള്ളതായി തോന്നുന്നുവെങ്കിലും കാഴ്ചപ്പാടോടെ നീങ്ങാൻ തുടങ്ങുക. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് തട്ടാൻ കഴിയില്ല. എന്നാൽ സ്വപ്നം വ്യക്തമാകുമ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യം വയ്ക്കാൻ എന്തെങ്കിലുമുണ്ട്. അതുമാത്രം എല്ലാം മാറ്റുന്നു. വളരെ ലളിതവും ശക്തവുമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾക്കത് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഇത് വെറുമൊരു മുദ്രാവാക്യമല്ല, ഇതൊരു തന്ത്രമാണ്. കാരണം സ്വപ്നം വിത്താണ്. ഓരോ വിത്തിലും മരം അടങ്ങിയിരിക്കുന്നു. അതിന് ശരിയായ മണ്ണ്, ശരിയായ പരിചരണം, ശരിയായ സാഹചര്യങ്ങൾ എന്നിവ ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ അത് ആദ്യം നിങ്ങളുടെ ഇമാജിനേഷന്റെ മണ്ണിൽ നടണം. അതിനാൽ ഇന്ന് രാത്രി നിങ്ങൾ കണ്ണടയ്ക്കുന്നതിനു മുമ്പ് അവ ഉള്ളിലേക്ക് തുറക്കുക. നിങ്ങളുടെ ജീവിതം അതുപോലെ മാത്രമല്ല, അത് എങ്ങനെയായിരിക്കാം എന്ന് കാണുക. വലുത്, തിളക്കമുള്ളത്, ധീരമായത്. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യുന്നതെല്ലാം ആദ്യം നിങ്ങളുടെ മനസ്സിൽ ജീവിക്കും. ആദ്യം അത് സ്വപ്നം കാണുക, അത് പൂർണ്ണമായി വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭാവി അതിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. കാരണം അതങ്ങനെയാണ്. നിങ്ങൾക്കറിയാമോ, വെറുതെ സ്വപ്നം കണ്ടാല് മാത്രം പോരാ. മെച്ചപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച് ഇമാജിനേഷനിൽ കണ്ടാല് മാത്രം പോരാ. നിങ്ങൾ ആ സ്വപ്നത്തെ സംരക്ഷിക്കണം. നിങ്ങൾ അതിനെ കാത്തുസൂക്ഷിക്കണം. അതൊരു പുണ്യവസ്തുവാണെന്നതുപോലെ. കാരണം അതങ്ങനെയാണ്. നിങ്ങളുടെ ഇമാജിനേഷൻ ഒരു ലോലമായ പൂന്തോട്ടമാണ്. സംശയം അനുവാദമില്ലാതെ വളരുന്ന കളയാണ്. നോക്കൂ, നിങ്ങൾ മെച്ചപ്പെട്ട ഒരു ഭാവിയെക്കുറിച്ച് ഇമാജിനേഷനിൽ കാണാൻ തുടങ്ങുന്ന നിമിഷം മറ്റൊന്ന് അതിനു പിന്നാലെ വരും. അത് പ്രചോദനമല്ല, അത് തടസ്സമാണ്, അത് സംശയമാണ്. നീ ആരാണെന്നാണ് നിന്റെ വിചാരം. നീ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തെപ്പോലെ നീ ഒരുപക്ഷെ പരാജയപ്പെടും എന്ന് പറയുന്ന ശബ്ദമാണത്. പരിചിതമായി തോന്നുന്നുണ്ടോ? തീർച്ചയായും. നാം എല്ലാവരും അത് കേൾക്കുന്നു. ഏറ്റവും വിജയിച്ച ആളുകൾ പോലും അത് കേൾക്കുന്നു. എന്നാൽ വ്യത്യാസം ഇതാണ്: അവര് ആ ശബ്ദത്തിന് മൈക്രോഫോൺ നൽകുന്നില്ല. അവര് കവാടങ്ങൾ കാക്കുന്നു. കവാടങ്ങൾ എന്ന് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ കാതുകളുടെ, നിങ്ങളുടെ കണ്ണുകളുടെ, ഒടുവിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ അകത്തേക്ക് കടത്തിവിടുന്നത് പുറത്തുവരുന്നതിനെ രൂപപ്പെടുത്തും. നിങ്ങൾ മാലിന്യം അകത്തേക്ക് കടത്തിവിട്ടാൽ നിങ്ങൾക്ക് മാലിന്യ ചിന്തകൾ ലഭിക്കും. മാലിന്യ ചിന്തകൾ മാലിന്യ ഫലങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷനെ ഒരു നിധി പോലെ കാത്തുസൂക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ പടുത്തുയർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും ഉന്നമിപ്പിക്കുന്നതും മാത്രം അകത്തേക്ക് കടത്തിവിടുകയാണെങ്കിൽ, നിങ്ങൾ ആ സൃഷ്ടിപരമായ തീയെ, സജീവമായ തീയെ സജീവമായി നിലനിർത്തുന്നു. ഞാൻ നിങ്ങൾക്ക് പ്രായോഗികമായ ഒന്ന് തരാം. നിങ്ങളുടെ ഇമാജിനേഷന് 3 ശത്രുക്കളുണ്ട്. അവർ മുട്ടുമ്പോൾ നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത് നല്ലതാണ്. 1. നിഷേധാത്മകരായ ആളുകൾ. അവർ നിങ്ങളുടെ പരേഡിൽ മഴ പെയ്യിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് കഴിയില്ല എന്നതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഉറക്ക സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ ഇതാ അവർ വരുന്നു. അത് യാഥാർത്ഥ്യമല്ല, നീ മാറിയിരിക്കുന്നു. സൂക്ഷിക്കുക. നിന്റെ പ്രതീക്ഷകൾ ഉയർത്തരുത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ പ്രതീക്ഷകൾ ഉയർത്തുക. സാധാരണക്കാർക്ക് എത്താൻ കഴിയാത്തത്ര ഉയരത്തിൽ അവയെ പറത്തുക. കാരണം
മിക്ക ആളുകളും അവരുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുന്നില്ല, അതിനാൽ അവർ നിങ്ങളുടേതും സംരക്ഷിക്കില്ല. 2. കഴിഞ്ഞകാല പരാജയങ്ങൾ. നിങ്ങൾ മുമ്പ് ശ്രമിച്ചു, അത് വിജയിച്ചില്ല. നിങ്ങൾ തുടങ്ങി, നിങ്ങൾ ഇടറി, നിങ്ങൾ ചാടി, നിങ്ങൾ വീണു. ഇപ്പോൾ മനസ്സ് മന്ത്രിക്കുന്നു. പുതിയതൊന്നും ഇമാജിനേഷനിൽ കാണാൻ മെനക്കെടേണ്ട. കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചുവെന്ന് നോക്കൂ. എന്നാൽ നിങ്ങൾ എഴുതിവെക്കേണ്ട ഒരു സത്യമുണ്ട്: പരാജയമല്ല ഇമാജിനേഷന്റെ ശത്രു, ഭയമാണ്. പരാജയം പ്രക്രിയയുടെ ഭാഗമാണ്. എന്നാൽ ഭയം വാതില് തുറക്കുന്നതിനു മുമ്പ് തന്നെ അതടയ്ക്കുന്നു. ഭൂതകാലം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിത്രത്തെ വിഷലിപ്തമാക്കാൻ അനുവദിക്കരുത്. ഓർക്കുക, നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളർന്നിരിക്കുന്നു. നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നോട്ട് പോകുന്നില്ല, നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. 3. മാനസികമായ അലങ്കോലവും ശ്രദ്ധ വ്യതിചലനവും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഇമാജിനേഷൻ ആക്രമിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അത് ശബ്ദത്താൽ മുങ്ങിപ്പോകുന്നു. അനന്തമായ സ്ക്രോളിങ്ങിലൂടെ, 100 അഭിപ്രായങ്ങളിലൂടെ, വാദങ്ങളിലൂടെ, ശൂന്യമായ താരതമ്യങ്ങളിലൂടെ. ആ ശബ്ദം, അത് നിങ്ങളുടെ സ്വപ്നത്തിന്റെ ശാന്തമായ മന്ത്രത്തെ മുക്കിക്കളയുന്നു. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അത് കുറയ്ക്കുക, അത് ഒഴിവാക്കുക. നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഇമാജിനേഷനിലേക്ക്, നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ അൺപ്ലഗ് ചെയ്യുക. നോക്കൂ, മഹത്തായ ഇമാജിനേഷനുകൾ ശക്തം മാത്രമല്ല, അവ അച്ചടക്കമുള്ളവയാണ്. അവ എന്തും കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല. അവ ഫിൽട്ടർ ചെയ്യുന്നു, അവ സംരക്ഷിക്കുന്നു, അവ തീരുമാനിക്കുന്നു. അതിനാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്താണ് അകത്തേക്ക് അനുവദിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കേൾക്കുന്നത്? നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ നിങ്ങളോട് തന്നെ എന്താണ് ആവർത്തിക്കുന്നത്? കാരണം നിങ്ങളുടെ ഇമാജിനേഷനിലേക്ക് സ്ഥിരമായി പ്രവേശിക്കുന്നത് ഒടുവിൽ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തും. ഇതാ ഒരു നല്ല വാർത്ത: നിങ്ങളാണ് കാവൽക്കാരന്. എന്ത് നിലനിൽക്കണം, എന്തു പോകണം, എന്തൊരിക്കലും വാതിലിലൂടെ കടന്നു പോകരുത് എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ അത് നിങ്ങളെ പടുത്തുയർത്തുന്നില്ലെങ്കിൽ അത് തടയുക. അത് നിങ്ങളുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുന്നില്ലെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യുക. അത് നിങ്ങളുടെ ഭാവിയെ സേവിക്കുന്നില്ലെങ്കിൽ അതിനെ കെട്ടുകെട്ടിക്കുക. നിങ്ങൾക്കുള്ളിൽ വളരെ വിലപ്പെട്ട എന്തോ ഉണ്ട്, അത് മലിനമാകാൻ അനുവദിക്കരുത്. ഇവിടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തത്വം ഇതാണ്: നിങ്ങളുടെ മനസ്സിന്റെ വാതിൽക്കൽ കാവൽ നിൽക്കുക. നിങ്ങൾ കാവൽ നിന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ഒളിഞ്ഞുകയറി നിങ്ങളുടെ ഇമാജിനേഷനെ അവരുടെ പരിമിതികൾ കൊണ്ട് അലങ്കരിക്കും. അവരെ അനുവദിക്കരുത്. നമുക്കിതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾ ചിത്രീകരിച്ചു. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ നിങ്ങളുടെ ഭാവി നിങ്ങൾ കണ്ടു. ഇപ്പോൾ അത് സംരക്ഷിക്കുക. കാരണം ലോകം നിങ്ങളുടെ സ്വപ്നത്തെ ചുരുക്കാൻ ശ്രമിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കണം. നിങ്ങളുടെ ഇമാജിനേഷൻ നിങ്ങളുടെ സ്വത്താണ്. നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കുന്നതുപോലെ അത് കാത്തുസൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ ഭാവി അങ്ങനെയാണ്. ഇമാജിനേഷൻ ശക്തമാണ്. എന്നാൽ മിക്ക ആളുകളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം: ഇമാജിനേഷൻ തനിയെ ഫലങ്ങൾ ഉളവാക്കുന്നില്ല. അത് സാധ്യതകൾ ഉളവാക്കുന്നു, പക്ഷേ ഫലങ്ങളല്ല. നിങ്ങൾക്ക് സമ്പന്നനാകാൻ സ്വപ്നം കാണാം. നിങ്ങൾക്ക് ആരോഗ്യവാനാകാൻ സ്വപ്നം കാണാം. നിങ്ങൾക്ക് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാനും ഒരു പുസ്തകം എഴുതാനും നിങ്ങളുടെ ജീവിതം മാറ്റാനും സ്വപ്നം കാണാം. എന്നാൽ ആ സ്വപ്നം ഒരു പദ്ധതിയായി രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ അത് ഒരു ചിത്രമായി അവശേഷിക്കുന്നു. കാണാൻ നല്ലതാണ്, പക്ഷേ ചലിപ്പിക്കാൻ കഴിയില്ല. നോക്കൂ, ഇമാജിനേഷന്റെ ഉദ്ദേശ്യം നമ്മളെ രസിപ്പിക്കുക മാത്രമല്ല, അത് നമ്മളെ നയിക്കുക എന്നതാണ്. നിങ്ങളുടെ ഇമാജിനേഷനെ വെറുതെ അലഞ്ഞുതിരിയാൻ അനുവദിക്കരുത്. അതിനെ പ്രവർത്തിപ്പിക്കുക. നിങ്ങളുടെ മനസ്സിലെ ചിത്രമെടുത്ത് യഥാർത്ഥ ലോകത്ത് അതിലേക്കൊരു പാലം പണിയണം. ഇപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യും? നമുക്കതിലൂടെ നടക്കാം. നമുക്ക് ആശംസാപരമായ ചിന്തയിൽ നിന്ന് വിവേകപൂർണമായ ആസൂത്രണത്തിലേക്ക് നീങ്ങാം. കാരണം വിജയം ആകസ്മികമല്ല, അത് മനഃപൂർവ്വമാണ്. ഉദ്ദേശ്യത്തെ തുടർന്ന് തന്ത്രമുണ്ടായിരിക്കണം. നിങ്ങളുടെ ഇമാജിനേഷനെ ഒരു ആർക്കിടെക്റ്റിന്റെ സ്കെച്ച് പോലെ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മുറിയിലേക്ക് നടക്കുന്നു. അവൻ നിങ്ങളുടെ സ്വപ്നഭവനത്തിന്റെ ഡ്രോയിംഗ് നിങ്ങളെ കാണിക്കുന്നു. എന്നാൽ നിങ്ങൾക്കെപ്പോഴെങ്കിലും കിട്ടിയത് അതുമാത്രമാണെങ്കിലോ? ബ്ലൂ പ്രിന്റില്ല, മെറ്റീരിയൽ ലിസ്റ്റില്ല, ഷെഡ്യൂളില്ല, നിർമ്മാതാക്കളില്ല, വെറുമൊരു നല്ല സ്കെച്ച്. അതാണ് മിക്ക ആളുകളും അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അവർ ഒരു സ്വപ്നം വരയ്ക്കുന്നു, പക്ഷേ അവർ അതിനപ്പുറം പോകുന്നില്ല. അതിനാൽ നമുക്ക് അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് വീട് പണിയാം. ഘട്ടം 1: അത് എഴുതുക. നിങ്ങളുടെ സ്വപ്നം വിശദമായി എഴുതുക. എനിക്ക് പണക്കാരനാകണം എന്ന് മാത്രം പറയരുത്, എഴുതുക. എനിക്കിഷ്ടമുള്ള ജോലി ചെയ്ത് ആളുകളെ സഹായിക്കുന്ന ഒരു ബിസിനസ്സിലൂടെ പ്രതിവർഷം $1,00,000 സമ്പാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വ്യത്യാസം കാണുന്നുണ്ടോ? ഒന്ന് മൂടൽമഞ്ഞുള്ളതാണ്, മറ്റൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഓർക്കുക. അത് എഴുതിയിട്ടില്ലെങ്കിൽ അത് യഥാർത്ഥമല്ല. നിങ്ങളുടെ തലയ്ക്കുള്ളിലുള്ളതെടുത്ത് കടലാസിൽ വയ്ക്കുന്നതിൽ ശക്തമായ എന്തോ ഉണ്ട്. അത് നിങ്ങളുടെ തലച്ചോറിനോട് പറയുന്നു, ഇത് പ്രധാനമാണ്. അത് നിങ്ങളുടെ ഭാവിയോട് പറയുന്നു, ഞാൻ വരുന്നു. ഘട്ടം 2:
അതിനെ വ്യക്തമായ ലക്ഷ്യങ്ങളായി വിഭജിക്കുക. ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നം എഴുതിയിരിക്കുന്നു, നിങ്ങൾ അതിനെ വിഭജിക്കേണ്ടതുണ്ട്. വലിയ സ്വപ്നങ്ങൾക്ക് ചെറിയ ചുവടുകൾ ആവശ്യമാണ്. ദിവസേനയുള്ള ചുവടുകൾ, നിങ്ങൾക്ക് അളക്കാൻ കഴിയുന്ന ചുവടുകൾ. നിങ്ങളുടെ സ്വപ്നം ഒരു പ്രസിദ്ധീകരിച്ച എഴുത്തുകാരനാകുക എന്നതാണെന്ന് കരുതുക. ഒരു പുസ്തകം എഴുതുക എന്ന് മാത്രം എഴുതരുത്. അതിനെ വിഭജിക്കുക. വിഷയം ഗവേഷണം ചെയ്യുക. ആഴ്ചയിൽ ഒരു അധ്യായം എഴുതുക. ഒക്ടോബറോടെ ഒരു എഡിറ്ററെ നിയമിക്കുക. മാർച്ചോടെ ആമസോണിൽ പ്രസിദ്ധീകരിക്കുക. പെട്ടെന്ന് സ്വപ്നം ചെയ്യാൻ കഴിയുന്നതായി തോന്നുന്നു. അത് യഥാർത്ഥമായി തോന്നുന്നു. അത് എന്തു ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അത് ആക്കം കൂട്ടുന്നു. കാരണം പുരോഗതി ഊർജം സൃഷ്ടിക്കുന്നു. ഘട്ടം 3. സമയപരിധി നിശ്ചയിക്കുക. ഞാൻ നേരത്തെ പഠിച്ച ഒരു കാര്യമാണിത്. ഒരു സമയപരിധിയില്ലാതെ സ്വപ്നം ഒഴുകി നടക്കുന്നു. നിങ്ങൾക്ക് പറയാം, എന്നെങ്കിലും ഞാൻ ആ ബിസിനസ് തുടങ്ങും. പക്ഷേ എന്നെങ്കിലും കലണ്ടറിലെ ഒരു ദിവസമല്ല. അതിനൊരു തീയതി ഇടുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കടുത്ത് അത് എഴുതുക. അത് നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം. നല്ലത്. അതിനർത്ഥം അത് പ്രധാനമാണ്. കാരണം സൗകര്യപ്രദമായ ലക്ഷ്യങ്ങൾ സാധാരണയായി രൂപാന്തരപ്പെടുന്നവയല്ല. ഒരു തീയതി നിശ്ചയിക്കുക. എന്നിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ സജ്ജമാക്കുക. സമ്മർദ്ദത്തെ ഉൽപ്പാദനക്ഷമതയാക്കി മാറ്റുക. ഘട്ടം 4. പ്ലാനുമായി പൊരുത്തപ്പെടുന്ന ശീലങ്ങൾ വികസിപ്പിക്കുക. നിങ്ങൾക്ക് തിങ്കളാഴ്ച സ്വപ്നം കാണാനും ചൊവ്വാഴ്ച അത് പ്രശ്നമല്ലെന്ന മട്ടിൽ ജീവിക്കാനും കഴിയില്ല. നിങ്ങളുടെ ദൈനംദിന അച്ചടക്കങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി പൊരുത്തപ്പെടണം. അവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുപറ്റുന്നത്. അവർ വിജയം ഭാവനയിൽ കാണുന്നു, പക്ഷേ അവരുടെ ദിനചര്യകൾ പരാജയത്തിൻ്റെതാണ്. അതിനാൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എൻ്റെ പ്രഭാതങ്ങൾ ചെലവഴിക്കുന്ന രീതി ഞാൻ നിർമ്മിക്കുന്ന ജീവിതവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? ഞാൻ പണം കൈകാര്യം ചെയ്യുന്ന രീതി ഒരു ഭാവി കോടീശ്വരനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ശരീരത്തോട് പെരുമാറുന്ന രീതി ഊർജത്തെയും ഉന്മേഷത്തെയും വിലമതിക്കുന്ന ഒരാളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? നോക്കൂ, ഇത് ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് മാത്രമല്ല, ആ കാഴ്ചപ്പാടിന് പിന്നിൽ സ്ഥിരതയുണ്ടാകുന്നതിനെക്കുറിച്ചാണ്. കാരണം വിജയം എന്നത് എല്ലാ ദിവസവും പരിശീലിക്കുന്ന കുറച്ച് ലളിതമായ അച്ചടക്കങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ഘട്ടം 5. പ്ലാനിനെ പിന്തുണയ്ക്കുന്ന ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുക. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. പരിസ്ഥിതി പ്രധാനമാണ്. നിങ്ങൾക്ക് മരുഭൂമിയിൽ റോസാപ്പൂക്കൾ നട്ടുപിടിപ്പിച്ച് അവ പൂക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിഷലിപ്തമായ ഒരു പരിതസ്ഥിതിയിൽ നട്ടുപിടിപ്പിച്ച് അവ തഴച്ചു വളരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പരിഹസിക്കുന്നുവെങ്കിൽ പുതിയ ശബ്ദങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ജോലിസ്ഥലം സർഗാത്മകതയെ തകർക്കുന്നുവെങ്കിൽ ഒരു വശത്തെ വാതിൽ കണ്ടെത്തി മറ്റെവിടെയെങ്കിലും നിർമ്മാണം ആരംഭിക്കുക. നിങ്ങളുടെ ഭാവിയെ പോഷിപ്പിക്കുന്ന, അതിനോട് പോരാടാത്ത ആളുകളാലും സ്ഥലങ്ങളാലും നിങ്ങളെ തന്നെ ചുറ്റുക. കാരണം പരിസ്ഥിതി നിഷ്പക്ഷമല്ല. അത് ഒന്നുകിൽ നിങ്ങളെ മുന്നോട്ട് വലിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് പിടിക്കുകയാണ്. ഘട്ടം 6. പലപ്പോഴും അവലോകനം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്ലാൻ കല്ലിൽ കൊത്തിയതല്ല, അതൊരു ജീവനുള്ള രേഖയാണ്. അത് അവലോകനം ചെയ്യുക. നിങ്ങളുടെ വേഗത പരിശോധിക്കുക. നിങ്ങളുടെ തന്ത്രം ക്രമീകരിക്കുക. കാരണം ജീവിതം മാറുമ്പോൾ നിങ്ങളുടെ പ്ലാനും മാറണം. കേൾക്കൂ, വഴക്കം പരാജയമല്ല. നിങ്ങൾ സ്വപ്നം ഉപേക്ഷിക്കുകയല്ല. നിങ്ങൾ പാതയെ പൊരുത്തപ്പെടുത്തുകയാണ്. ലക്ഷ്യം എത്തിച്ചേരുക എന്നതാണ്. നിങ്ങൾ അവിടെ എങ്ങനെ എത്തുന്നു എന്നത് വിവേകത്തോടെ മാറാം. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു തത്വം ഞാൻ തരാം. കാറ്റ് വീശാൻ അനുവദിക്കരുത്. നിങ്ങളൊരു പായ്മരം നിർമ്മിക്കുക. ഇമാജിനേഷനാണ് കാറ്റ്. എന്നാൽ തന്ത്രം അത് പിടിക്കുന്ന, അതിനെ നയിക്കുന്ന, അതിനെ പുരോഗതിയാക്കി മാറ്റുന്ന പായ്മരമാണ്. ഒരു പായ്മരമില്ലാതെ കാറ്റ് സമുദ്രത്തെ ഇളക്കിമറിക്കുകയേയുള്ളൂ. അത് ചലിക്കുന്നു, പക്ഷേ എങ്ങുമെത്തുന്നില്ല. ഒരു പായ്മരത്തോടെ നിങ്ങൾ ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. അതിനാൽ ഇതാണ് വലിയ ചിത്രം. ജീവിതം ഭാവനയിൽ കാണുക. ദർശനം എഴുതുക. അതിനെ ഘട്ടങ്ങളായി വിഭജിക്കുക. സമയപരിധി നിശ്ചയിക്കുക. ശീലങ്ങൾ വളർത്തുക. നിങ്ങളുടെ പരിസ്ഥിതി പരിശോധിക്കുക. അവലോകനം ചെയ്യുക. ക്രമീകരിക്കുക. മുന്നോട്ടു പോകുക. അതാണ് ചിത്രത്തിൽ നിന്ന് പുരോഗതിയിലേക്കുള്ള പാലം. അങ്ങനെയാണ് നിങ്ങൾ ഭാവനയിൽ നിന്ന് നേട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഏറ്റവും വലിയ ദുരന്തം സ്വപ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല. അതൊരിക്കലും ആസൂത്രണം ചെയ്യാത്ത, ഒരിക്കലും പ്രവർത്തിക്കാത്ത, ഒരിക്കലും ജീവിക്കാത്ത സ്വപ്നങ്ങളുള്ള ഒരു ജീവിതമാണ്. നിങ്ങൾക്ക് ചിത്രമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ പോയി ജോലി ചെയ്യുക. കാരണം നിങ്ങളുടെ ഇമാജിനേഷൻ വെറും ആരാധനയേക്കാൾ കൂടുതൽ അർഹിക്കുന്നു. അത് സജീവമാക്കൽ അർഹിക്കുന്നു. ഒരു അധ്യായം കൂടി വായിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിന് ഉതകാത്തതിനോട് ഇല്ല എന്ന് പറയുക. എല്ലാ ദിവസവും നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളൊരു വോട്ട് രേഖപ്പെടുത്തുന്നു. ഇതാണ് പ്രധാനം. നിങ്ങളിന്നെല്ലാം ചെയ്യേണ്ടതില്ല. നിങ്ങൾ സ്ഥിരമായി എന്തെങ്കിലും ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പുലർത്തുന്ന ചിത്രത്തിനു മുകളിൽ നിങ്ങൾ ഉയരുകയില്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്തെ നിങ്ങൾ ഇമാജിനേഷനിൽ കണ്ട വ്യക്തിയായി മാറുക എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഭാവിയിലെ സ്വയത്തെ ഇമാജിനേഷനിൽ കാണുമ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ ശക്തനായ, അച്ചടക്കമുള്ള, ഉദാരമതിയായ, ശ്രദ്ധ കേന്ദ്രീകരിച്ച, സംതൃപ്തനായ, നല്ലവനായ ഒരാളെ കാണുന്നുണ്ടോ? കാരണം അതാണ് ബ്ലൂ പ്രിന്റ്. നിങ്ങളുടെ പെരുമാറ്റത്തെ ആ ഐഡന്റിറ്റിയുമായി പൊരുത്തപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ജോലി. ഒറ്റയടിക്കല്ല, മറിച്ച് കഷ്ണം കഷ്ണമായി, തീരുമാനമായി.
ഓരോ തവണയും നിങ്ങൾ ആ ചിത്രവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അടുക്കുന്നു, ശക്തനാകുന്നു, കൂടുതൽ യഥാർത്ഥമാകുന്നു. അതാണ് വിജയം. അത് പണമല്ല, കാറല്ല, കയ്യടിയല്ല. അത് പൊരുത്തമാണ്. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ആരാകുമെന്ന് ഇമാജിനേഷനിൽ കണ്ടുവെന്നും തമ്മിലുള്ള പൊരുത്തം.